എല്ലാ സ്ഥലത്തും യാതൊരു പേടിയും കൂടാതെ, ഭയവും കൂടാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം വെട്ടിത്തുറന്ന് പറയുന്ന ഏറ്റവും വലിയ ശുജാഇയായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട സമസ്യ. അതേ ആശയം ഇന്നും ഇവിടെ തുടരുന്നുണ്ട്, തുടരണം, ഖിയാമത്ത് നാൾ വരെ തുടരണം. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ശൈലിക്ക് വ്യത്യാസമുണ്ടാകുമല്ലോ. തർക്കുൽ മുവാലാത്തിന് ഓരോ ശൈലിക്ക് വ്യത്യാസമുണ്ട്. അദ്കാറുൻ നബവിയിൽ ഇമാം നബവി പറഞ്ഞതായി കാണാം, മുബത്തദീന് സലാം പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്കാറുൻ നബവിയിൽ ഇമാം നബവി പറഞ്ഞു, ഒരു സ്ഥലത്ത് മുബത്തദി ഭരണാധികാരിയാണ്, വലിയ ഭരണാധികാരിയാണ്, അയാളടുത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. ചെല്ലുമ്പോൾ സലാം പറഞ്ഞില്ലെങ്കിൽ അയാൾ കൊന്നുകളയും, അല്ലെങ്കിൽ അയാൾ അടിക്കും. മുബത്തദീന് സലാം പാടില്ല എന്നാണുള്ളത്. എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ അസ്സലാമു അലൈക്ക് എന്ന് പറഞ്ഞിട്ട്, അസ്സലാമു എന്നതുകൊണ്ട് അള്ളാഹു ആണ് എന്ന് ഉദ്ദേശിക്കുക. അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്ന അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞോ, അല്ലാതെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്ന അർത്ഥത്തിന് പറയണ്ട. ഇമാം നബി തങ്ങൾ അദ്കാറുൻ നബിയിൽ പറഞ്ഞതാണ്. അപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ് അതേ ആൾ തന്നെ ചില നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ വേണ്ടി വരുമെന്നും അതിൻ്റെ അർത്ഥങ്ങൾ മാറ്റണമെന്നും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരീഅത്തിന് ഒരു മാറ്റമില്ല. ശരീഅത്തിന് മാറ്റമില്ല, നമ്മുടെ നയത്തിന് മാറ്റമില്ല. നയം ഖിയാമത്ത് നാൾ വരെ ഒരേ നയം തന്നെ. മുബത്തദീങ്ങളുമായി നമുക്ക് സഹകരണമില്ല, അവരുടെ ആശയം. പക്ഷേ അനാവശ്യമായ, ഇപ്പോൾ ഒരു മുജാഹിദ് മരണപ്പെട്ടു ഈയിടെ, അപ്പോഴേക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും മറ്റൊരുട്ട്. അങ്ങനെ നമ്മളെ മുൻഗാമികൾ ചെയ്തിട്ടില്ല. നമ്മളെ മുൻഗാമികളെ കാലത്തും ഒരുപാട് മുബത്തദീങ്ങൾ മരിച്ചിട്ടില്ലേ? ആ മരിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൂടെ ഇട്ടിട്ടുണ്ടോ നമ്മളെ മുൻഗാമികൾ? ഇല്ല. അപ്പോൾ ഇവിടെ വലിയ സുന്നി, നമ്മളെ മുൻഗാമികളെക്കാൾ വലിയ സുന്നിയായിട്ട് അൽഹംദുലില്ലാ അയാൾ പോയത് നന്നായി. അപ്പോൾ അതിൻ്റെ പേരിൽ ദുനിയാവുള്ള ആലിമീങ്ങളെ പോയവന് ചീത്ത അറിയാൻ തുടങ്ങി. അങ്ങനെ സുന്നി മൂത്തുപോയാൽ പറ്റൂല. അവർ മരിച്ചു പോയി, നമ്മളവരുമായിട്ട് സാധാരണമല്ല. നമ്മൾ അവിടെ കാണാൻ പോണില്ല, നിസ്കരിക്കാൻ പോണില്ല. അവരവരെ ഹാല്, നമ്മളെ ഹാല്. അതിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലിട്ട്, ഫേസ്ബുക്ക് എന്തോ ബുക്ക് വാട്സപ്പോ എന്ത് സപ്പാന്നറിയില്ല, അങ്ങനെ എഴുതി വിട്ട്, അങ്ങനെ ഒരു എഴുതുന്ന അത്ര മൂത്ത സുന്നിയാവണമെന്ന് നമ്മളെ ഉലമാവ് പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ പഠിപ്പിച്ച് അവിടെ നിൽക്കണം. അതിൻ്റെ അപ്പുറത്തോട്ട് സുന്നിയായാൽ അത് സുന്നിയല്ല. അങ്ങനെ എവിടെയാണ് ഒരു വിദേഹത്തുകാരൻ മരണപ്പെട്ടാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ വിദേഹത്തുകാരോട് സഹകരണം പാടില്ലെന്ന് നാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ ടെററിസ്റ്റുകൾ, ഭീകരവാദികൾ കുറയാൻ കാരണം. അല്ലാതെ എല്ലാ ചെറുപ്പക്കാരും സലഫിസത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാവരും സലഫിയാവും. ആ സലഫിയിലാണല്ലോ ഇപ്പോൾ ഭീകരവാദി ഉള്ളത്. എന്നിട്ട് എവിടെയെങ്കിലും ഒരു സലഫിയിൽ ഭീകരവാദി ഉള്ളതിൻ്റെ പേരിൽ മുസ്ലിം സമുദായം ഒട്ടാകെ ഭീകരന്മാരാണെന്ന് പറയപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നതും ഈ സലഫിസമാണ്. അതുകൊണ്ട് തന്നെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ, ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ പോലുള്ള ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു, അവരുമായി ബന്ധം വേണ്ട, അവരുമായി നമുക്ക് ബന്ധം വേണ്ട, നമ്മളുമായി അവർക്ക് ബന്ധം വേണ്ട. അത് ഉലമാക്കൾ പഠിപ്പിക്കാൻ കാരണം ഇവിടെ ധാരാളം മുത്തഅല്ലിമീങ്ങളുണ്ട്. മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ നോക്കിയാൽ കാണാം സഹീഹ് മുസ്ലിമിൽ അതിൻ്റെ ആമുഖത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞതായി കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മുത്തബിഉ സുന്നത്തായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് ഇന്ന ആള് നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് വിവരം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത്, ഇന്നി സമയത്തു ഖദ് അഹ്ദസ,
അവൻ പുത്തൻ പ്രസ്ഥാനക്കാരനായിരിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അന ബരി ഉമ്മിൻഹു, ഞാൻ അവനെ തൊട്ട് ഒഴിവാണ്. വഹുവ ബരി ഉമ്മിന്നി, അവൻ എന്നെ തൊട്ടും ഒഴിവാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാണ്. അവൻ അവൻ്റെ ഹാല് നടക്കട്ടെ, ഞാൻ എൻ്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് ദീൻ പഠിച്ച മുത്തബിഉ സുന്നത്തായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്.